വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഈ ഇടയ്ക്കൊരു സാധനം പർച്ചേസ് ചെയ്തു. ഡെലിവറി ആയ സമയത്ത് ഡെലിവറി ബോയ് എൻ്റെ അടുത്ത് എൻ്റെ ഫുൾ മൊബൈൽ നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, അത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ OTP വന്നു. OTP വന്ന സമയത്ത് ഞാൻ മെസ്സേജ് എടുത്ത് വായിച്ചു നോക്കി. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് ലോഗിൻ OTP ആണ്, ഇത് നിങ്ങൾ യാതൊരു കാരണവശാലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് പുള്ളിയെടുത്ത് പറഞ്ഞു. കാരണം എനിക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം ഡെലിവറി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ഇതുപോലെയാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇത്, എന്താണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ സാധനങ്ങൾക്കെല്ലാം സ്ഥിരം ഇങ്ങനെ OTP വരാറുണ്ട്, ഇത് OTP തന്നാൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ആവും, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് ഓക്കെ ശരി ഞാൻ OTP പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. പുള്ളി പോയി ഒരു 30 സെക്കൻഡ് പോലും ആയി കാണില്ല. എനിക്കൊരു മെയിൽ വന്നു. മെയിൽ വന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് മറ്റൊരു ഡിവൈസ് ആക്സസ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു ഡിവൈസ് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് അന്നേരം കത്തി, ഇത് സംഭവം ഇത് തന്നെയാണ്, ഈ ഒരു OTP ഷെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പണി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ സ്കിപ്പ് ചെയ്തേക്കുക. അതല്ല എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിവൈസ് സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഈ ഒരു ഡിവൈസിനെ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്ത് കളയുക എന്നുള്ളത്. ഫ്ലിപ്കാർട്ട് കൂടി അറിഞ്ഞിട്ടാണോ ഈ സംഭവം ചെയ്യുന്നത്, അതോ ഇനി ഈ ഡെലിവറി ഏജന്റിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളാണോ ഒന്നും അറിയില്ല. എന്നാൽ പോലും ഇതൊരു സേഫ്റ്റി ഇഷ്യൂ ആണ്. എന്നെ സംബന്ധിച്ച് ഈ ഒരു മെയിൽ വന്നു, ഇത് തുറന്നു നോക്കി വായിച്ച് എനിക്കത് പരിഹരിക്കാൻ പറ്റി. പക്ഷേ ഇത് കാണാതെ പോകുന്ന, അറിയാതെ പോകുന്ന എത്രയോ ആൾക്കാർ കാണും. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള അമ്മയും അച്ഛനും ഒക്കെ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരിങ്ങനെ ഒരു സ്കാമിനിരയായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അവരുടെ മൊബൈൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. ആ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പറയുന്നത് പോലെ അക്കൗണ്ടിൽ പോയി അവിടെ മാനേജ് ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് അല്ലാതെ മറ്റേതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ലോഗ് ഔട്ട് ചെയ്ത് കളയുക. ഇല്ലെങ്കിൽ നല്ല മുട്ടം പണിയാണ് കിട്ടുന്നത്. കാരണം മറ്റൊരാൾ നമ്മുടെ മൊബൈൽ ആക്സസ് ചെയ്യുകയാണ്. നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്തുകൊണ്ട് അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഇതിന് ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് ആദ്യം തന്നെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞു, അത് എനിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ആക്ഷൻ എടുക്കുക. ഈ വീഡിയോയ്ക്ക് എതിരായിട്ടല്ല, ഈ പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആക്ഷൻ.